ആണ് 70 രൂപയുടെ ചട്ടി. ഇത് എത്ര അരി കൊള്ളും? അര കിലോ അരി കൊള്ളുന്ന ചട്ടി വന്നിട്ട് 70 രൂപ. ചട്ടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അണ്ണൻ്റെ അടുത്ത് ചോദിക്കാം. അണ്ണാ പേരെങ്ങനെയാ? സുരേന്ദ്ര. സ്ഥലം? പേയാട് പള്ളിമുക്ക്. അപ്പോൾ ഇത്രയും ചട്ടികൾ അണ്ണൻ്റെ ആണ്. ഏകദേശം എത്ര ചട്ടികളുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട്? 1000 ചട്ടികളുണ്ട്. എല്ലാം ചേർത്തിട്ടാണ്. ചീനച്ചട്ടിയും പൊങ്കാലി ചട്ടി എല്ലാം ചേർത്തിട്ട് 5000 വരെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ വിറ്റായിരുന്നു. നമുക്ക് ചട്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമല്ലോ. ഏറ്റവും വില കുറവില്ല 100 രൂപയ്ക്കുള്ളതൊക്കെ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇത് 80 രൂപ. ഇത് 80. ഇത് സാധാ കറച്ചട്ടി അല്ലേ? കറച്ചട്ടി 80 രൂപ. അതിന് അടപ്പ് വരും? അടപ്പില്ല, അടപ്പ് വാങ്ങിക്കണം. അടപ്പ് അല്ലാതെ വാങ്ങിക്കണം. ഓക്കെ, ഇനി നമുക്ക് പൊങ്കാല ചട്ടിയിലോട്ട് നടക്കാം. ഓക്കെ, പൊങ്കാല ചട്ടി ചെറുത് മുതൽ. ഇത് 70. ഇത് 70 ആണ്. 70 രൂപയുടെ ചട്ടി. ഇത് എത്ര അരി കൊള്ളും? അര കിലോ അരി കൊള്ളുന്ന ചട്ടി വന്നിട്ട് 70 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചട്ടി. ഇത് 60 രൂപ. ഓക്കെ, ഇത് അര കിലോന്ന് കുറച്ച് കുറവായിരിക്കും അല്ലേ? നായരിയുടെ ആണ് സംഭവം. ഓക്കെ, അമ്മച്ചി വേറൊരാളിവിടെ സംഭവം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടിരിക്കുന്നില്ല. ബാക്കി ചട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. കറുത്ത ചട്ടിയൊക്കെ? കറുത്ത ചട്ടി 100 രൂപയാണ്. വലിയ ചട്ടി ഉണ്ടോ? കറുത്ത ചട്ടി വലുതും ചെറുതും ഉണ്ടോ? വലുത് 150. അടപ്പ് വരവില്ല? ഇല്ല. അടപ്പിനൊക്കെ എങ്ങനെ വരും റേറ്റ്? അടപ്പ് 100 രൂപ തന്നെ. അത് അടപ്പ് പണിക്കൂലിയാണ്. ഈ ചട്ടിയൊക്കെ എവിടെയാണ് യഥാർത്ഥത്തിൽ സംഭവം? നാഗർകോവിലാണ്. നാഗർകോവിൽ എവിടെ? ചുങ്കാങ്കട. ഓക്കെ. എല്ലാം നല്ല വെന്ത ചട്ടികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ചട്ടി വാങ്ങിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ജസ്റ്റ് ഒന്ന് തട്ടിയൊക്കെ ഒന്ന് കാണിക്കാം. വേവ് നോക്കണം. അത് എങ്ങനെയാ ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, ചെറിയ രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതല്ലാതെ ഒരു അമറിയ സൗണ്ട്, കാറിൽ പിടിച്ച സൗണ്ട് ആണെങ്കിൽ മോശമാണ്. ഓക്കെ, രണ്ടെണ്ണം. ഓക്കെ, ഇതുപോലെ വേറെ 2 ചട്ടി എടുത്ത് അടിക്കോ? പതുക്കെ അടിക്കണം. പൊട്ടിയാൻ ഞാൻ പൈസ തരില്ല. അവസാനം ഞാൻ അടിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നു. അപ്പൊ ഇങ്ങനെ സൗണ്ട് കേട്ടാൽ വെന്ത ചട്ടിയാണ്. ഓക്കെ, അത് ചട്ടിയല്ല, വേറെ സംഭവം ചീനച്ചട്ടി. അതൊക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്ന? ചീനച്ചട്ടി 150. ഓക്കെ, ബാക്കി അല്ലാതെ വേറെ എന്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പുറത്തെ സൈഡൊക്കെ വേറെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഓട്ടിച്ചൊന്ന് പറയോ? ലിഡൊക്കെ എങ്ങനെയാണ് റേറ്റ്? 100 രൂപ. അടപ്പൊക്കെ 100 രൂപ. ഓക്കെ, ഇനി അല്ലാതെ ഇത് 150. വലിയ സൈസ് ചട്ടി അല്ലേ? ഓക്കെ, ഇതിന് അടപ്പ് വരാറുണ്ടോ? ഉണ്ട്. അടപ്പ് വാങ്ങിക്കുക, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അല്ലാതെ നമ്മൾ ചാമ്പ്രാണിത്തിരി പോയിക്കുന്ന ചട്ടിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാണിക്കപ്പെട്ടിക്ക് എത്ര രൂപ? 30 രൂപ. കാണിക്കപ്പെട്ടിയൊക്കെ ആണെങ്കിൽ 30 രൂപ. പഴയ കാലത്ത് ഈ കറുത്ത ചട്ടിയൊക്കെയാ 100, 150 രൂപയ്ക്കാണ് ഈ കറുത്ത ചട്ടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ ചെറുതെന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ കൊള്ളും? ഇത് 5 ലിറ്റർ കൊള്ളും. 5 ലിറ്റർ കൊള്ളും 300. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 10ൻ്റെ 400. ഓക്കെ, 10ൻ്റെ 400. അപ്പോൾ ഇത്രയും ചട്ടികളാണ് ഉള്ളത്. അപ്പോൾ അണ്ണൻ്റെ ചട്ടികൾ ഫുള്ളും തീരാ. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ചട്ടി വാങ്ങിച്ച ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താണ്? ചട്ടി നല്ല ചട്ടിയാണെന്നുള്ള ചട്ടി ഞാൻ വില കൂടുതൽ കൊടുത്ത് പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈസ്റ്റ് ഫോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ സ്വർണ്ണമാലിലേക്ക് ഒരു ഫ്ലക്സ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ അണ്ണനെ നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. ഇഷ്ടംപോലെ ചട്ടികളുണ്ട്. നമുക്കിവിടെ ഒന്ന് വാങ്ങിക്കണം.